പ്രൈസ്തലോ വേഗം പറഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവം കറിയിക്കുന്നു. ഈ പ്രഭാസമയത്ത് ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം ലൂക്കോസ് 11:33. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വിൽക്കുന്നത്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം ഈ പ്രഭാത ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു വാക്യത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അനേക ദൈവകൃപകൾ, ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ. കാരണം ഈ ലോകത്തിൽ ആരും കുറവുള്ളവരായിട്ട് ജനിക്കുന്നില്ല. എസ്പെഷ്യലി ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പല തരത്തിലുള്ള കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല അല്ലേ. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ വാക്യത്തിൽ പറയുന്ന പോലെ തന്നെ വിളക്ക് കത്തിച്ച് നമ്മൾ പലപ്പോഴും ആരും കാണാതെ ആർക്കും പ്രയോജനപ്പെടാത്ത അളവുക്ക് വെക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്ന ദൈവം തന്ന കൃപകൾ, ആ കൃപ എന്ന് ഉദ്ദേശിക്കുന്നത് വിളക്ക് അല്ലെ, വെളിച്ചം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് അകത്തേക്ക് കടന്നു വരുന്നവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന അളവൊക്കെ ഈ ദിവസങ്ങൾ നമ്മൾ ആ വെളിച്ചം വെക്കുവാൻ തക്കണം നമ്മൾ ഇടയായി തീരണം. കാരണം ആ ഒരു വെളിച്ചം എന്നുള്ളത് നമ്മുടെ മാത്രം ജീവിതത്തിലെ ഒരു വെളിച്ചമല്ല, അതിലൂടെ അനേകർ ആ ഒരു വെളിച്ചം കാണുവാനും. കാരണം അനേക വ്യക്തി ജീവിതങ്ങൾ ഇരുട്ടിൽ ആയിരിക്കുന്നവരുണ്ടല്ലേ, പലവിധമായ ഇരുട്ടിലും പ്രയാസത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ദൈവം നമ്മളെ വെളിച്ചമായി കണ്ടിരിക്കുക അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മളൊരു വെളിച്ചമാണെങ്കിൽ നമ്മൾ പോയി ഒളിഞ്ഞിരുന്നാൽ അവർക്ക് ആ വെളിച്ചം കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നാളുകളിൽ കർത്താവ് നമ്മളെ ഒരു വെളിച്ചമായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളൊരു വിശ്വാസത്തോടെ ആ വെളിച്ചമായി നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമാകുന്ന രീതിയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങണം. ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി ഒരാൾക്കെങ്കിലും നമ്മളെ കൊണ്ടൊരു ആശ്വാസവും ഒരു വെളിച്ചവും ആകുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. കാരണം അനേകം വ്യക്തി ജീവിതങ്ങൾ ഇരുട്ടറയിലുണ്ടല്ലേ. നമ്മൾ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർ ഭാരപ്പെട്ട് പ്രയാസപ്പെടുന്ന കാര്യമാണ്, കർത്താവെ എനിക്കൊരു വെളിച്ചമായി, എനിക്കൊരു ആശ്വാസമായി ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ, എനിക്കങ്ങനെ ഒരു ആശ്വാസത്തിനായിട്ട് ആരെങ്കിലും കടന്നു വരുമോ എന്ന് ഹൃദയം കൊണ്ട് അനേകം വ്യക്തി ജീവിതങ്ങൾ കരയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ നാളുകളിൽ കർത്താവ് നമ്മളെ വെളിച്ചമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ ആ രീതിയിലേക്ക് കർത്താവ് കരങ്ങൾ പിടിച്ച് നമ്മളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കൃപാവരങ്ങളോട് നമ്മളെ നിറച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു കൃപാവരങ്ങൾ മറ്റുള്ളവർക്കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ തിളങ്ങുവാൻ തക്കണം, വെളിച്ചമായി തീരാൻ തക്കണം, പ്രകാശമായി തീരാൻ തക്കണം. നമ്മളായിത്തീരാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവിനോട് പറയണം, കർത്താവേ അങ്ങനെ ഒരു വെളിച്ചമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന അളവുക്ക് അത് ശോഭിപ്പാൻ തക്കണം, നീ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ അനേകർക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കും. നമ്മളിലൂടെ അനേകർ വിടുവിക്കപ്പെടും, കർത്താവിനെ അറിയും. നമ്മൾ ഈ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് പകരുവാനും അവരും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവസ്നേഹവും സമാധാനവും മനസ്സിലാക്കുവാൻ തക്കണം ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും. ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകാശമായി തീരുവാൻ തക്കണം നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറാം. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ ചുരുക്കുന്നു. ആമേൻ.